ഹലോ, ഇന്ന് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൊബൈൽ ഫോണിലെടുത്തതോ വേറെ ഏതെങ്കിലും ക്യാമറയിലെടുത്തതോ ആയിട്ടുള്ള ഫോട്ടോയെ എങ്ങനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കാമെന്ന് 5 മിനിറ്റിൻ്റെ കാലം കുറച്ച് ടൈം മാത്രമേ ഇതിനെടുക്കത്തുള്ളൂ. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് കസ്റ്റമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രീസെറ്റ് വാല്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ A4 സൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഫോട്ടോയെ വലിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ അത് ഓപ്പൺ ആവും. ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിനെ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് റേഷ്യോ എന്ന് വെച്ചാൽ 3.5x4.5 ആണ്. ഇത് റേഷ്യോ മാത്രമാണ്, അല്ലാതെ അതിൻ്റെ സൈസ് അല്ല, ഇത് റേഷ്യോ ആണ്. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമേജിൽ പോയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് പിന്നീട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ട സൈസിനുള്ള ഫോട്ടോയെ നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഷോൾഡർ ബേസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നീല കളറായിരിക്കും വേണ്ടത്. അതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നാണ് ഇപ്പോൾ കാണിച്ചു തരണം. മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഔട്ട് സൈഡ് ആയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് അതിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഇത് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മാജിക് വാൻ ടൂൾ സെലക്ട് ചെയ്യുക. മാജിക് വാൻ ടൂൾ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഈ ഷിഫ്റ്റ് F6 എന്ന് വെച്ചാൽ ഫെദർ റേഡിയസ് ആണ്. ആ ഫെദർ റേഡിയസ് നമ്മളൊരു 2 പിക്സൽ കൊടുക്കുക. എൻ്റെ പിക്ചറിൻ്റെ സൈസ് എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ 2 to 4 അങ്ങനെ പിക്സൽ സൈസ് കൊടുക്കുക, ഫെദർ റേഡിയസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ പാറ്റേൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കളർ എന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഏറ്റവും താഴെ ഉണ്ട്, അതിൻ്റെ ഫോർഗ്രൗണ്ട് കളർ നമ്മൾ സെലക്ട് ചെയ്യുക. ആ കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുക. ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഈ സെലക്ട് ചെയ്ത കളറാവും. അപ്പോൾ അടുത്ത നമ്മൾ കൈയുടെ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയാണ് സെലക്ട് ചെയ്യുക, ഫെദർ ചെയ്യുക, ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. മാജിക് വാൻ ടൂൾ എടുക്കുക, നമ്മൾ ഷിഫ്റ്റ് F6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫെദർ റേഡിയസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ താഴെ റൈറ്റ് സൈഡ് താഴെ FX എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ആ പാർട്ടി ക്ലിക്ക് ചെയ്യുക. ആ പാർട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് എടുക്കുക. ഈ സ്ട്രോക്ക് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ താഴെ കണ്ട സ്ട്രോക്കിൻ്റെ കളറുണ്ട്. നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. സ്ട്രോക്കിൻ്റെ ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഔട്ട് സൈഡ് സ്ട്രോക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ പിക്സൽ റേറ്റ് കൊടുക്കുക. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ഡയമെൻഷൻ കൂട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ പിക്സൽ റേറ്റ് 20 ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്, അതിന് 50 അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് എത്ര സ്ട്രോക്ക് വേണോ അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പിക്ചർ ഫുള്ളായിട്ട് കിട്ടും. ഇനി ഇത് ഒരു പിക്ചറാണ്. അപ്പോൾ ഈ പിക്ചറിനെ നമുക്ക് പാസ്പോർട്ട് സൈസിൻ്റെ വിഡ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 3.5 cm × 4.5 cm ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ ഒരു 300 pixel/cm നമ്മൾ മിനിമം കൊടുക്കണം. ഇനി നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യാണ് അതിനെ 3.5 × 4.5 ആണോ എന്ന്. അത് ഓക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന A4 സൈസിൻ്റെ പിക്സൽ റേറ്റ് എന്ന് വെച്ചാൽ 300 pixel/cm ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇത് ഇവിടെ നിന്ന് കൊണ്ടത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 3.5 × 4.5 അവിടെ ഇരിക്കുന്നത്. രണ്ടിൻ്റെ പിക്സൽ റേറ്റ് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ അല്ലെങ്കിൽ സൈസ് മാറിപ്പോവും. എന്നിട്ട് അടുത്ത നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ മൂവ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുക, മൂവ് ചെയ്യുക. റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും. നമുക്കൊരു ഫസ്റ്റ് റോ മാത്രം ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ എല്ലാത്തിനെയും റൈറ്റ് സൈഡിൽ നിന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവെർട്ടഡ് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒറ്റ ഓബ്ജക്റ്റ് ആയിട്ട് മാറും. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്താൽ അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക, ഡൗൺ ആരോ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫുൾ പേജിൽ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിൻ്ററിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെഡിയായി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.